ചാൾസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോൾ മടിവാള എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടി കേരളത്തിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ ഒക്കെ പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ പോകുന്ന രംഗമാണിത്. ഈ വീഡിയോയിൽ ഞാൻ കേരളത്തിലെത്തിയപ്പോൾ കണ്ട ചില ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്, അവയൊന്ന് കാണുക. ഈ കടന്നു പോകുന്നത് തമിഴ്നാടിൻ്റെ ഒരു ഗവൺമെൻറ് ബസ്സാണ്, നമ്മുടെ KSRTCക്ക് തുല്യം. അതിൻ്റെ പിന്നാലെ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ്. ഇവിടെ എത്ര ശാന്തമായാണ് ബസ്സുകൾ പോകുന്നതെന്ന് നോക്കാം. ബസ്സുകൾ നല്ല എല്ലാ വാഹനങ്ങളും. നമുക്ക് ഇത്രയൊന്നും തിരക്കില്ലാത്ത എറണാകുളത്തോ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു നഗരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും വെട്ടിച്ച് കുത്തിക്കയറി പോകാൻ നോക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുക. ഞാനിതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്തപ്പോൾ കിട്ടിയ ശബ്ദം വിട്ടിട്ടില്ല, എങ്കിൽ പോലും ഹോൺ അടിക്കലും വളരെ കുറവാണ്. മറ്റേ നമുക്ക് കോഴിക്കോട് സിറ്റിയിലും മറ്റും സിറ്റി ബസ്സുകൾ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഇത്രമാത്രം ശബ്ദത്തിൽ ഹോൺ അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇതും തമിഴ്നാടിൻ്റെ ഒരു ബസ്സാണ്. പരസ്യം ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് ലോറി മാതിരിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. SCTC തമിഴ്നാടിൻ്റെ ലക്ഷറി ബസ്സുകളാണ്, ഗവൺമെൻറ് ബസ്സാണ്. അതിൻ്റെ പുറകിൽ വരുന്ന ആ പച്ച സ്ക്രോളിംഗ് ബോർഡുള്ള ബസ് തമിഴ്നാടിൻ്റെ സാധാരണ സർവീസ് നടത്തുന്ന ബസ്സാണ്. തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ വാഹനങ്ങൾ വരുന്ന വഴിയാണിത്. ഇത് ബാംഗ്ലൂർ സിറ്റിയിൽ സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സാണ്. കേരളത്തിൽ ഇലക്ട്രിക് ബസ് വാങ്ങണമോ വേണ്ടയോ എന്നൊക്കെ ചർച്ച നടക്കുമ്പോൾ ഇത് ഏകദേശം ഒരു വർഷത്തോളമായി ബാംഗ്ലൂർ സർവീസ് നടത്തുന്നു. ഇതൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളാണ്. കേരളത്തിലേക്കുള്ളവയും ഹൈദരാബാദിലേക്കും ബോംബെക്കും ഗോവയ്ക്കും ഒക്കെ പോകേണ്ട വാഹനങ്ങൾ ഈ വഴി വന്ന് ഇവിടെ പാർക്ക് ചെയ്യുന്നവയും ഇതിലെ കടന്നു പോകുന്നവയുമുണ്ട്. ഈ വരുന്ന ബസ്സും തമിഴ്നാടിൻ്റെ വണ്ടിയാണ്. ഇത് സേലം ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ഓടുന്നത് തമിഴ്നാടിൻ്റെ വണ്ടികളാണ്. കാരണം കിലോമീറ്റർ കണക്കാക്കുമ്പോൾ തമിഴ്നാട്ടിൽ എത്ര കിലോമീറ്റർ കർണാടക വണ്ടി ഓടുന്നു അത്രയും കിലോമീറ്റർ ഇവിടെയും അവർക്ക് ഓടാവുന്നതുകൊണ്ട് വാഹനങ്ങൾ കൂടുതലും തമിഴ്നാടിൻ്റെ വണ്ടിയാണ് ബാംഗ്ലൂർക്ക് ഓടുന്നത്. ഇതൊരു സിറ്റി ബസ്സാണ് കടന്നു പോകുന്നത്. ഇതൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളാണ്. അതിന് പകരം ഇതും സേലത്തുനിന്ന് വരുന്ന ബസ്സാണ്, കർണാടക KSRTC. ഇത് ഇലക്ട്രിക്കൽ ബസ്സാണ്. ഇതൊക്കെ ട്രിപ്പ് കഴിഞ്ഞ് അവരുടെ ഡിപ്പോയിലേക്ക് തിരിച്ചു പോകുന്ന ബസ്സുകളാണ്. നല്ല സർവീസാണ്, യാത്ര ചെയ്യാനും നല്ല സുഖമുള്ള ബസ്സുകളാണിത്. ഇതാ തമിഴ്നാടിൻ്റെ അടുത്ത വണ്ടി എത്തി.
ഞാൻ രാത്രിയിൽ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട ബസ്സിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഇറങ്ങേണ്ട സ്ഥലമായോ എന്ന് നോക്കാൻ വരുമ്പോൾ ഈ മുൻപിൽ പോകുന്ന കാറും ഞാൻ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ ഡ്രൈവറും തമ്മിലുള്ള മത്സരം നടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്യാബിനിലേക്ക് വരികയായിരുന്നു. യഥാർത്ഥ മത്സരം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ എത്തിയപ്പോഴത്തേക്ക് ആരംഗം കഴിഞ്ഞു. അതിന് ശേഷം നോക്കുക, ഇത് KL 35 രജിസ്ട്രേഷനുള്ളൊരു വണ്ടിയാണ്. നമ്പർ എനിക്കും കൃത്യമായിട്ട് നോക്കാൻ പറ്റിയില്ല. ഈ ബസ്സിന് സൈഡ് കൊടുക്കാതെ വാശി പിടിച്ചതിൻ്റെ പേരിൽ ബസ്സുകാരനും മോശമല്ല, ആൾ മലയാളിയാണല്ലോ. ആ ഇരിപ്പും പോക്കും കണ്ടാൽ നമുക്കറിയാം അദ്ദേഹം മറ്റേ പുള്ളിയെ കീഴടക്കാൻ പോവുകയാണ്. അതാ ഇപ്പോൾ തൊട്ടു തൊട്ടില്ല എന്ന് പറയുന്ന മാതിരി ഫുട്ബോളിൻ്റെ കമൻട്രി പറയുകയാണെങ്കിൽ ആ രീതിയിലാണ് അദ്ദേഹം വിജയിച്ചു. മറ്റേയാളെ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് കടന്നു കയറി. ഇനി അദ്ദേഹം വാശിക്ക് വിടുന്നയാളല്ല. ഈ രംഗത്ത് ഇവിടെ ഡിവൈഡറാണ്. ഈ വണ്ടി പാളി ഡിവൈഡറിലൊക്കെ കയറി മറിയാനിടയുള്ളതുകൊണ്ട് ഞാൻ ആ ഡ്രൈവറോട് പറഞ്ഞു, മത്സരം വേണ്ട, ഒഴിവാക്കുന്നു. അദ്ദേഹം മറ്റേ പുള്ളിയെ കീഴടക്കിയതിൻ്റെ വാശിയും ദേഷ്യമൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് ഓണടിക്കുകയാണ്. അത് നമ്മൾ ഇതിൽ കേൾപ്പിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. എയർ ഹോൺ ഉപയോഗിക്കാൻ പാടില്ലാത്ത കേരളത്തിൽ എയർ ഹോൺ അടിച്ച് മുന്നിൽ പോയാൽ അവർ ഏതായാലും ഇടതുവശത്തേക്ക് മാറ്റി കൊടുത്തു. ഇതാ നോക്കുക, ഡിവൈഡറിനോട് ചേർന്ന് പോകുമ്പോൾ ഫോണും കൂടെ എടുത്ത് ഒരു കയ്യിൽ ഫോണും കൂടെ പിടിച്ചുകൊണ്ടാണ് ഓടിക്കുന്നത്. അപകടം വിളിച്ചു വരുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വേണോ? എന്ന് ഇതൊക്കെ നേരെയാവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതാ വീണ്ടും അദ്ദേഹം വലതുവശത്തെ ട്രാക്കിലേക്ക് തന്നെ കയറി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, കാറ് വാശിക്ക് വിടുന്ന ലക്ഷണമില്ല. KL 35 മുമ്പിലേക്ക് വീണ്ടും കയറി കടന്നു പോകുന്നു. ഇവർ തമ്മിലുള്ള മത്സരം ഏകദേശം ഒരു 10-20 മിനിറ്റ് നീണ്ടു നിന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സൈഡ് കൊടുക്കില്ല എന്നുള്ളതാണ്. നമ്മളൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറി, അവർക്ക് അത്യാവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഒപ്പം വരുമ്പോൾ സ്പീഡ് കൂട്ടുക, നമ്മളെ വിടാതിരിക്കുക. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകടം. ഇതിപ്പം 4 ട്രാക്ക് ആയതുകൊണ്ട് ഇതിലെ വണ്ടി ഇല്ലെന്ന് വിചാരിക്കാം. ഇന്നലെ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ഇന്നലെ നടന്ന സംഭവമാണ്. റാന്നിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ എൻ്റെ മുന്നിൽ പോയ ഒരു വാഹനത്തെ ഞാൻ ഓവർടേക്ക് ചെയ്യുന്നു. ഞാൻ സുഖമായി കയറി പോകാൻ ഓർത്തുകൊണ്ട് ഒപ്പം എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്പീഡ് കൂട്ടി, എന്നെ കടത്തിവിടില്ല. എത്ര വൃത്തികെട്ട സ്വഭാവമാണ്. അദ്ദേഹത്തിൻ്റെ ജോലിക്ക് എന്ത് സ്പീഡിൽ പോകണം അതിൽ പോയാൽ പോരെ. വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒപ്പം സൈഡ് തരാതിരുന്നാൽ എതിരെ വരുന്ന വണ്ടികൾ വരുമ്പോൾ നമ്മൾ എങ്ങോട്ട് ഒതുക്കും വണ്ടി? ഇതാണ് കേരളത്തിലെ ഡ്രൈവിങ്ങിൻ്റെ സ്റ്റൈല്. ഈ വാഹനം എന്തോ ഭാഗ്യത്തിന് ഇടതുവശം ചേർന്നാണ് പോകുന്നത്. അത് അദ്ദേഹം വീണ്ടും കടന്നു കയറി ആ കാറ് കടന്നു കയറി വാശിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹവും വിടുന്ന ലക്ഷണമില്ല. ഞാൻ കൂടുതൽ കമൻട്രിക്ക് നിൽക്കുന്നില്ല, കാരണം ഒരുപാട് നീണ്ടു പോകുന്നു.